വഴിയിലായി ചെറിയൊരു പഞ്ചർ. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു സാധനമാണ് ദാണ്ട് ഇവിടെ കയറി ഇരിക്കുന്നത് കണ്ട. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഈ ഹോണടിയൊക്കെ കേട്ട് മരവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഗുഡ് മോർണിംഗ്. ഡേ എത്ര? 6 അല്ലേ? ഡേ നമ്പർ 6. നമ്മൾ ഇന്നലെ സാഗറിലായിരുന്നു. നല്ലൊരു വെറൈറ്റി സ്ഥലം അല്ലേ? എന്തൊരു സ്ഥലം? ഡേ നമ്പർ 5 സാഗറിലായിരുന്നു. ഇപ്പൊ ഡേ നമ്പർ 6 നമ്മൾ സാഗറിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ജസ്റ്റ് ഇന്നലെ പോയ ഒന്നും കൂടെ ഒന്ന് കറങ്ങി വന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോകുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഷോർട്സ് ആണ് കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗ്രയാണ്. സംതിങ് ഒരു 444 കിലോമീറ്റർ ഉണ്ട്. 8.5 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം മാത്രം. അപ്പം മിക്കവാറും രാത്രിയാവും ആഗ്രയിൽ എത്താനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആഗ്രയിലായതുകൊണ്ട് വിശ്വസിച്ച് ഹോട്ടലൊക്കെ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് പോവാം. വേറൊന്നുമില്ല. ഇടയ്ക്ക് പറയൂ. സാഗർ എന്ന മിത്രത്തെ നിങ്ങൾക്ക് അറിയുള്ളൂ, സാഗർ എന്ന ശത്രുവിനെ നിങ്ങൾക്ക് അറിയില്ല. സാഗർ എന്ന് പറയുന്നത് വൈബായിരുന്നു കേട്ടോ. വൈബ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വൈബായിരുന്നു. സ്ട്രീറ്റുകളൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര കളർഫുള്ള്. എന്തു പറയണ്ടേ? നീ ഇനി കുറച്ച് പറഞ്ഞു. ചേച്ചീനെ കൊണ്ടൊന്നും പറയിക്കുന്നില്ല. ചേച്ചിക്ക് ക്ഷീണമാണോ? പറയാനായിട്ട് സാഗർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല സ്ഥലമായിരുന്നു. നല്ല സ്ട്രീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന ഹോട്ടലിനെ സെന്റർ ചെയ്തിട്ട് 4 സൈഡും ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്ട്രീറ്റുകളായിരുന്നു. സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും പോവാൻ പറ്റത്തില്ല കേട്ടാ. നമുക്ക് ഭയങ്കര എല്ലാം വാങ്ങിക്കണം. എന്ത് കണ്ടാലും നമുക്ക് ഭയങ്കര ടെൻഡൻസി, അയ്യോ ഇത് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ കുറച്ച് ക്യാഷും തന്ന് ആ സ്ട്രീറ്റിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു. അതൊരു സാധനങ്ങൾ എല്ലാം ഉണ്ട്. സ്പൈസസ് ഫുഡിന്റെ തന്നെ സ്പെഷ്യൽ ഒരു സ്ട്രീറ്റ്. അത് നമ്മള് നോർമലി ഇത്രയും ദിവസം വന്നിട്ട് ഫുഡൊന്നും നമ്മളങ്ങനെ പുറത്ത് അവിടുത്തെ സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല ഹോട്ടലുകൾ നോക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും പക്ക ഹൈജീൻ. നമുക്ക് തന്നെ കാണാം, നേരിട്ട് നമ്മൾ കാണണം അവർ കുക്ക് ചെയ്യുന്നത് എല്ലാം. അടിപൊളി, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി വൃത്തിയായിരുന്നു. ഉണ്ടെങ്കിലും അവര് നല്ലപോലെ അവരുടെ സ്ഥലം അടിപൊളിയായിട്ട് അവര് നീറ്റ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മള് രാവിലെ വന്നപ്പോഴത്തേക്കും ഫുള്ള് റോഡ് ഫുള്ള് അവര് തൂത്ത് ചവറുകള് ഫുള്ള് വണ്ടിയിൽ വാരിയിട്ട് അടിപൊളി. നല്ല രാവിലെ ഇറങ്ങി വരുമ്പോ നമുക്കൊരു മുഷിപ്പ് തോന്നുന്നില്ല. ആ സ്ഥലമൊക്കെ കാണുമ്പോ ഇത്രയും വൃത്തിയാണല്ലോ. അങ്ങനെ നല്ല അടിപൊളി സ്ഥലം. വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തില്ലായിരുന്നു. നമ്മളൊരു റെയിൽവേ ക്രോസിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു കൽക്കരി വണ്ടി നമ്മുടെ കുറുക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഇവര് മൂവ് ചെയ്തതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു റൂട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതുവരെ അനങ്ങുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. മിക്കവാറും ഇവിടെ എത്താൻ നേരം കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇവിടെ ലോക്കൽ ആൾക്കാരാണല്ലോ, അപ്പം അവർക്കറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് തോനെ നേരം കിടക്കുന്ന ട്രെയിൻ അല്ലെന്ന് തോന്നുന്നു. എന്തായാലും റോഡിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. ആഗ്രയോട് അടുക്കുന്നത് വരെ മിക്കവാറും സെയിം ഒരു സീനറി ആവാനാണ് സാധ്യത. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്ന ഒരു ലുടുക്ക് വഴിയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഗറിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സാഗറിൻ്റെ ആ ഒരു ഔട്ടർ ഏരിയ ആണിത്. നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഹൈവേ റോഡിലോട്ട് സ്ട്രൈറ്റ് ആയിട്ട് കയറാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി പറയുന്നത് അവിടെ ഒരു ടോളുണ്ട്. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ ലാഭിക്കാം എന്നാണ് ചേച്ചി പറയണത്. അപ്പോൾ പിന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം മിലിറ്ററി സോണോ അങ്ങനെ എന്തെങ്കിലാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും പട്ടാളക്കാരും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പട്ടാളത്തിന് വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലയെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ടോൾ അടച്ചിട്ടേ പോകത്തുള്ളൂ. അതായത് ടോൾ അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വഴികളിലോട്ട് കയറുന്ന പരിപാടി ഇല്ല. എല്ലായിടത്തും ടോൾ അടച്ച് തന്നെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. വെറൈറ്റി റോഡാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രാമവും കാര്യങ്ങളും ഒക്കെ കണ്ട് പോകാമല്ലോ. ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴും ഏകദേശം ഇതേ കണക്കായിരുന്നു. നിങ്ങൾ ആ ഒരു കാളയും പശുക്കളും പോത്തുകളും നമുക്ക് അകമ്പടി പോയത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും നേരെ വിട്ട് നോക്കാം. ഓക്കേ, ചേച്ചി ചതിച്ചില്ല. നമ്മളെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നാഷണൽ ഹൈവേ 44ലേക്ക് വീണ്ടും കയറാൻ പോകുന്നു. സംഭവം സെറ്റാണ്. എനിക്ക് തോന്നുന്നു അവിടെ എവിടെയും കണ്ട ഒരു ടോൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഈ നമ്മളിപ്പം സാഗറിലോട്ട് കയറിയതിന് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയും കണ്ട ഒരു ടോൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. മിക്കവാറും അതിൽ നിന്നായിരിക്കും നമ്മൾ എസ്കേപ്പ് ചെയ്തത്. ഗൂഗിൾ വെച്ച് എന്തായാലും സേവ് 100 rupees എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വി ആർ ബാക്ക്.
നമ്മൾ ആദ്യമായിട്ടൊരു ധാബയിൽ കയറി. ചെറിയ ധാബയാണ് കേട്ടോ. നമ്മളിവിടുത്തെ സ്വന്തം സമൂസ കഴിക്കുകയാണ്. ഇതെന്നെ ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടാമത്തെയാണ് കഴിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു. വിശക്കുന്നുണ്ട്, അതാണ്. പക്ഷേ വാവ കഴിച്ചില്ല. ശകലം എൻ്റെ ടേസ്റ്റ് നോക്കി. അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ടേസ്റ്റ് കൊള്ളാം, പക്ഷെ പേടിയാണ്. ലേസ് കണക്കത്ത് എന്താ മേടിച്ച് അമ്മ തിന്നുന്നത്? മൂങ് ദാൽ. അത് അവളുടെ തിരുവനന്തപുരത്ത് വെച്ച അവളുടെ ഫേവറേറ്റ് സാധനമാണ്. UP-യിലൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ പാറകളൊക്കെ ഉള്ള മലകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ 1-2 സ്ഥലത്ത് പാറ കോറി ചെയ്യുന്നത് കണ്ടു. ഇതിനൊരു വ്യത്യാസമില്ല. റോഡിൽ കൂടെ പശു ഇപ്പോഴും വരുന്നുണ്ട്. കുറുകയാണല്ലേ അവരവരുടെ ലൈനിൽ കൂടെ പോവേണ്ടതാണ്. ഓക്കെ, നമ്മള് ഇപ്പം ഝാൻസി എത്താറായി. പിന്നെ നമ്മള് ഇങ്ങാട് UP-യിലോട്ട് കയറിയപ്പം തന്നെ കുട്ടികൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ്, അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കണ്ട പെട്രോൾ പമ്പിൽ കയറിയായിരുന്നു കേട്ടോ. അതോടുകൂടി ക്യാമറാമാൻ്റെ കൺട്രോള് പോയി. കാരണം വൃത്തി എന്ന് പറഞ്ഞ സാധനം 7 അയലത്തൂടെ പോയിട്ടില്ലാത്ത 2 പെട്രോൾ പമ്പായിരുന്നു. 7 അയലത്തൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അയലത്തൂടെ പോയിട്ടില്ല. ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് അവർ കൊടുത്തിട്ടൊന്ന് കളഞ്ഞിട്ട് പോവുകയാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വൃത്തിയുടെ കാര്യമൊന്നും അവർ ചെക്ക് ചെയ്യത്തില്ലേ എന്ന് എനിക്കൊരു തോട്ടം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കിടക്കുന്നത് മിനിമം ഒരു 6 മാസമെങ്കിലും ആയി കാണും അവിടുത്തെ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. കാരണം അത്രയും നാളത്തെ അവശിഷ്ടങ്ങൾ അങ്ങും ഇഞ്ഞുമായിട്ടൊക്കെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ആണുങ്ങളുടെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ. അപ്പോൾ അതും കൂടെ എൻ്റെ പ്രിയ പത്നി സ്മൃതി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വാള് മാത്രമല്ല പരിചയം മറ്റേ എല്ലാ സാധനങ്ങളും വെച്ചാൽ അമ്മാതിരി കിടക്കുമായിരുന്നു അവിടെ. എന്തായാലും അത്യാവശ്യത്തിന് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് യൂസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ എന്തായാലും ഇപ്പം വീണ്ടും UP-യിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെ കണ്ട പെട്രോൾ പമ്പുകളെല്ലാം അകത്ത് കയറി കണ്ടില്ല. പക്ഷെ നമ്മൾ പുറത്ത് നോക്കാൻ നേരത്ത് കാലപ്പഴക്കം കൊണ്ട് ചെറുതായിട്ട് ക്ഷയിച്ച് തുടങ്ങിയ പെട്രോൾ പമ്പുകളാണ് കണ്ടത് മൊത്തം. അപ്പം ഇവിടെ എങ്ങും നമ്മളാരും പുതിയൊരു, അതായത് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു പെട്രോൾ പമ്പ് നമ്മൾ ഇതുവരെ UP-യിൽ കണ്ടില്ല. വഴിയിലായി ചെറിയൊരു പഞ്ചർ. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു സാധനമാണ് അതാണ് ഇവിടെ കയറി ഇരിക്കുന്നത്. കണ്ടാ അതിനകത്തോട്ടാണ് പക്ഷേ സാധനം ഇരിക്കുന്നത്. ഒരുമാതിരി കമ്പി കണക്കത്തൊരു സംഭവം. അത് നമ്മളൊരു പഞ്ചർ കിറ്റ് ഫുള്ളുണ്ട്. ഞാനതൊന്ന് ഇളക്കി ഒന്ന് ഒട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടാ. നല്ലോണം ഒരുമാതിരി വൃത്തികെട്ട ഷേപ്പിലുള്ളൊരു സാധനം. സാധാരണ ഒരു എന്താ പറയുന്നത്, ആണി കണക്കത്തതും അല്ല. അത് ഞാൻ ഇളക്കി എടുത്തിട്ട് സാധാരണ ഇത് വെച്ച് ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ. എന്നാലും തത്കാലത്തേക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം. സാധാരണ വണ്ടിയുടെ ടയർ പഞ്ചറാകുന്നത് ഒരു സാഡ് സ്റ്റോറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത്തവണ സാഡ് സ്റ്റോറി അല്ല കേട്ടോ, ഒരു ഹാപ്പി സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒന്ന്, ആക്ച്വലി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്തിരുന്നത് ആണി പോലത്തെ ഒരു സംഭവമല്ല, ഒരുമാതിരി സ്റ്റീല് പ്ലേറ്റ് കണക്കത്ത് എന്തോ കണ്ട് കയറിയിട്ട് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തൊന്നും ഇല്ലായിരുന്നു, അങ്ങ് അകത്ത് കയറിപ്പോയി. അതിനെ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലിരുന്ന ടൂൾസിന് കട്ടി കുറവായിരുന്നു. അതിട്ട് 2 പിടി പിടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ പല്ലൊക്കെ പോയി. പിന്നെ ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു ടയർ കടയിലേക്ക് ടയർ നമ്മൾ ഊരിക്കൊണ്ട് പോയി കേട്ടോ. അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ ടയർ ഊരിക്കൊണ്ട് പോയി അവിടെ നിന്നാണ് നമ്മളിത് ഒട്ടിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഹാപ്പി സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഈ വളഞ്ഞ് വന്നപ്പോൾ ബാക്കിൽ വന്നൊരു കാറുകാരനാണ് പറഞ്ഞത് ബാക്കിലത്തെ ടയറിൽ കാറ്റ് കുറവെന്ന്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കി ഈ മരത്തിൻ്റെ മൂട്ടിൽ തണലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറ്റി ഇട്ടതാണ്. ഇവിടെ കയറ്റി ഇട്ടപ്പോഴത്തേക്ക് ഇതേ തൊട്ട് സൈഡിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതാണ്ടേ അവാദ് കേക്ക് ആൻഡ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തിയത്. ഇവിടുത്തെ 2 പയ്യന്മാരുണ്ടായിരുന്നു. അവന്മാരുടെ ഈ സ്വിഫ്റ്റ് കാറാണ് ദാ കിടക്കുന്നത്. അവന്മാർ വന്ന് ഫുള്ള് സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സപ്പോർട്ട്. ഇത് നമ്മൾ പഞ്ചറൊട്ടിക്കാൻ ജാക്കി വെച്ച് പൊക്കി അതൊക്കെ നോക്കി ഇളക്കി എല്ലാ പരിപാടിക്കും അവന്മാർ. ഞാൻ ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ അവന്മാരാണ് ചെയ്തത്. ഞാൻ വിയർത്തതിനെക്കാട്ടിയും കൂടുതൽ അവരാണ് വിയർത്തത്. അമ്മാതിരി ഒരു ഹാപ്പി സ്റ്റോറിയാണ് എനിക്ക് പറയുന്നത്. അതായത് നമ്മളിത് കണക്ക് നമ്മൾ വിചാരിക്കത്തില്ല ഇടക്കിടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല ഗൈസ്.
നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ നേരത്ത് ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതായത് എല്ലാവർക്കും അങ്ങനെ ഒരു സഹായ മനോഭാവം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ വന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. പിന്നെ ഒരു മറ്റേ സാധാരണ എൻ്റെ ഇരുന്ന ലിവർ മാത്രം വെച്ചിട്ട് ടയർ ഊരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവർ അടുത്ത ഏതോ ഒരു സ്ഥലത്തു നിന്ന് പോയി മറ്റുള്ള എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ ലിവറിൻ്റെ, ആ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ടയറൊക്കെ ഊരിയത്. ഞാൻ അവരെ കാണിച്ചു തരാം. നമ്മൾ അവിടെ തന്നെ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവർ രണ്ടുപേരുമാണ് നമ്മളെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തേട്ടാ. ഈ ചേട്ടൻ്റെ പേര് ലവ്, ചേട്ടൻ്റെ പേര് കുഷ്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് കട്ടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വിയർത്തതിനെക്കാട്ടിയും കൂടുതൽ ഇവർ രണ്ടുപേരുമാണ് വിയർത്തത്. വണ്ടി ഭ്രാന്തന്മാരാണ്. വേണ്ട അവരുടെ ഒരു സ്വിഫ്റ്റ് അവിടെ കിടപ്പുണ്ട്. വണ്ടി കണ്ടപ്പോഴേ വന്ന് സംസാരിച്ച ടീമുകളാണ്. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ ടയറൊക്കെ പുള്ളിക്കാരന്മാരാണ് രണ്ടുപേരും ഇത്രയൊക്കെ ആക്കി തന്നത് കേട്ടോ. അപ്പം സോ മെനി താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ റൈസ് ആൻഡ് ഡാല്, ഇവർ റൈസ് വിത്ത് പനീർ, അവളുടെ റൈസ് ഡാല്, പിന്നെ ഇതിൻ്റെ എന്തൊരു ഫ്രൈഡ് റൈസ് സംതിങ് ഫ്രൈഡ് റൈസ്, പിന്നെ പനീർ ചില്ലി പനീർ, അതൊക്കെയാണ് മേടിച്ചത്. വാവ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, ഈദ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം. ഓക്കെ, നമുക്ക് ആഗ്രയിലേക്ക് ഇനി 227 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വൈകുന്നേരം രാത്രിക്കുള്ളിൽ എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സംഭവം എനിക്ക് നേരത്തെ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പറഞ്ഞത് മതിയായില്ല ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പറഞ്ഞതുപോലെ തോന്നുന്നു. ഭാവയും കൂടെ കുറച്ച് പറയും കേട്ടോ അതിനെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഹെൽപ്പാണ് അവർ രണ്ടുപേരും ചെയ്തത്. നമ്മള് ആ വളവ് വളഞ്ഞിങ്ങനെ വന്ന് ആ മരത്തിന്റെ മൂട്ടി കൊണ്ട് നിർത്തിയപ്പോഴേ രണ്ട് പയ്യന്മാര് നമ്മളെ അടുത്തോട്ട് വന്നിട്ട്, ആദ്യമേ ആക്ച്വലി വണ്ടിയുടെ ഒരു ഇത് കണ്ടിട്ട് മോഡിഫൈഡ് വണ്ടിയാണെന്നുള്ളത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നത്. അപ്പൊ വന്നപ്പോഴാണ് മനസ്സിലായത് ഓക്കെ വണ്ടി പഞ്ചറാണെന്ന്. അങ്ങനെ അതേക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് അവന്മാര് തന്നെ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൂൾ കിറ്റ് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ആയില്ല. അപ്പൊ അവര് തന്നെ വേറെ എവിടെന്ന് ഈ ടയറൊക്കെ ഊരുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്ന് ജാക്കിയൊക്കെ വെച്ച് പൊക്കി. വേറൊരു കാര്യമുണ്ട്, അവരുടെ സ്വന്തം റെസ്റ്റോറന്റ് ആണ്. അവിടെ അത്യാവശ്യം നല്ല ജോലി പ്രത്യേകിച്ച് ഉച്ച സമയം അവര് കുക്കിങ്ങും കാര്യങ്ങളായിട്ട് നല്ല ജോലിയിൽ നിന്ന സമയമാണ്. കാരണം അവര് അച്ഛനും 2 മക്കളും കൂടെ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. അതിന്റെ കൂടെയാണ് അവര് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ റെസ്റ്റോറന്റിൽ പോവും, തിരിച്ചു വരും, വീണ്ടും വരും. അങ്ങനെയായിരുന്നു അവര് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത്. അതെ, അവിടെ അതായത് കിച്ചണിൽ എന്തൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അമ്മ അങ്ങനെയാണ് നിന്നത്. അവര് ഇരട്ടകളാണ് കേട്ടോ, ലവും കുശും. അങ്ങനെയാണ് അവർ രണ്ടുപേരുടെയും പേര്. എന്തായാലും അവര് കട്ടക്ക് നിന്ന് നമുക്ക് ആ സാധനം ഉണ്ടല്ലോ, ടയറിനകത്ത് ഒരു സാധനം കുടുങ്ങിപ്പോയി. ഒരു ആണിയൊന്നും അല്ല, ഒരുമാതിരി ഒരു നീളമുള്ള ഒരു സംഭവം കണക്കിനത്തെ ഒരു സാധനം കുടുങ്ങിപ്പോയി. ഒരു വിധത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം എന്റെ പണി പാളി, എനിക്ക് അത്രേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ടയർ ഊരി ഇനി കടയിൽ കൊണ്ടുപോകുന്ന നോക്കി ഭയങ്കര വിലക്കടല്ലേ. പിന്നെ ഓമാര് ഹെൽപ്പ് ചെയ്ത് ടയർ ഊരി അവരെ സ്കൂട്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് സ്കൂട്ടിക്കകത്ത് ടയറും വെച്ചോണ്ട് നമ്മൾ അടുത്തൊരു വർക്ക്ഷോപ്പിൽ പോയി അവിടെ വെച്ച് ഒട്ടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ടയർ ഇട്ട് തന്ന് എല്ലാ സംഭവവും ചെയ്തിട്ടാണ് അവര് നമ്മളെ യാത്ര ആക്കിയത്. അത് മാത്രമല്ല, അവര് ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനും പിള്ളേരും അവരുടെ റെസ്റ്റോറന്റിൽ ഭയങ്കര സേഫ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാത്തൊരു സ്ഥലം, പിള്ളേരെ ഇവരെല്ലാരെയും ഞാൻ ആ റെസ്റ്റോറന്റിൽ ആക്കിയിട്ടാണ് ടയറും കൊണ്ട് പോകുന്നത് വർക്ക്ഷോപ്പിലേക്ക്. അപ്പൊ ആ സമയത്തെല്ലാം ഇവര് നല്ല സേഫും ആണ്, നമ്മളൊക്കെ നല്ല സെക്യൂർ ആയിരുന്നു അവിടെ. നമുക്ക് അങ്ങനെ വേറെ ഒരു തരത്തിലുള്ള ഫീലോ ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു പെരുമാറ്റവും ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ ഒരു സ്ഥലത്തല്ല, നമുക്ക് അറിയാവുന്ന നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിങ്ങ് വന്ന് പിന്നെ കൂളായി. ശരിക്കും എന്റെ അടുത്ത് സംസാരിച്ച അതേ കണക്കാണ്. അതായത് നമ്മൾ ഈ കാറുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് സംസാരിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കാരണം നമുക്ക് അത്രയും അടുപ്പമുള്ള ഒരാളെ ചെയ്ത് തരുന്ന ആ ഒരു ഫീൽ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ ജാക്കി സംഭവം കറക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലാഭം വന്നിട്ട് എന്റെ ഈ സന്തോഷം ഒന്ന് കാണിക്കൂ. ശരിക്കും ഗൈസ്, രണ്ടുപേർക്കും ഒരുപാട് 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 സ്നേഹം ഞാൻ അങ്ങോട്ട് തരുവാണ്. ഇനി എന്തെങ്കിലും ഈ സ്ഥലത്ത് ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പ്, അതെ അവിടെ നിർത്തി അവന്മാരെ കണ്ടിട്ടേ പോകത്തുള്ളൂ.
അവരുടെ അച്ഛനും 2 മക്കളും അവര് 3 പേരും കൂടെയാണ് ആ ഒരു ഹോട്ടൽ നടത്തുന്നത് കേട്ടോ. ഫുഡും അടിപൊളി. ഫുഡും നൈസ് ഫുഡായിരുന്നു. നമ്മള് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓരോ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ ഇതിപ്പോ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ വേറൊരു ടീമിനെ മീറ്റ് ചെയ്തു. തമിഴ് അവര് ആഗ്രയിലോട്ട് പോകുന്നു. അവരും പോവുകയാണ്. അപ്പൊ അവരും ഭയങ്കര സംസാരിക്കുന്ന രീതികളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാരും. അപ്പൊ എന്തായാലും ഞങ്ങള് ഈ ഒരു എക്സ്പീരിയൻസിൽ ചെറിയൊരു ടെൻഷൻ വന്നെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ദൂരെ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനില് വണ്ടി പഞ്ചറാവുക, അതും റെഡിയാക്കാൻ പറ്റാത്ത രീതിക്ക് പഞ്ചറാവുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരാതിരുന്ന് നമ്മൾ എന്ത് ടെൻഷൻ അടിക്കേണ്ടത്. പക്ഷേ ടെൻഷനെക്കാട്ടി മുകളില് ഹാപ്പി ആയിരുന്നു ഗൈസ്. ആ ഒരു ചെറിയ ടെൻഷൻ നമ്മൾ അറിഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ഇരട്ടി ഇപ്പൊ ഹാപ്പിയാണ്. അത്രയും സമയം എന്തോ നമുക്കവിടെ അത് അനുഭവിക്കാൻ വേണ്ടി അവിടെ നിൽക്കാൻ വേണ്ടി പഞ്ചറായത് കണക്ക് ഒരുപാട് തള്ളി. പക്ഷേ സംഭവം ഇതാണ്, നമുക്ക് അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ തൊട്ട് പറയുന്നതാ, ശരിക്കും സത്യമാ. അപ്പോ നമ്മളിനി ഇത്തിരി വിട്ടടിച്ച് പോവുകയാണ്. നമുക്ക് ഇന്ന് രാത്രി 8-9 മണിക്കുള്ളിൽ ആഗ്രയിൽ എത്തണം. ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക്. സമയം 6:30 കണ്ടായി കേട്ടോ. അതായത് സൂര്യൻ അസ്തമിക്കാൻ പോണ്. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ കയറിയതാ. നമ്മൾ പഞ്ചറൊട്ടിക്കാനും കൂടെ കുറേ സമയം പോയതുകൊണ്ട് വേറെ എങ്ങും നിർത്തിയില്ല, നമ്മൾ വിട്ടു പോവുമായിരുന്നു. പിള്ളേർ 2 നല്ല സുഖമായിട്ട് കയറി കിടന്ന് തുടങ്ങി. പിള്ളേർ 2 അല്ല, 2 പിള്ളേരും കൊള്ളാം കഴിച്ചോ പിള്ളേർ 2 അമ്മയും എല്ലാം എണ്ണം നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇവിടെ എത്താറായപ്പോഴത്തേക്ക് ഭയങ്കര ട്രക്ക് ട്രാഫിക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. പിന്നെ കുറേ ഫാക്ടറിയുടെ പോക്കടലും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ മിക്കവാറും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയ വല്ലതും ആയിരിക്കും. എനിവേയ്സ് വെള്ളം കുടിച്ച് കഴിഞ്ഞു, നമുക്ക് വിട്ടു പോവാം. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല, നേരെ ആഗ്ര പിടിക്കണം. നമ്മളിപ്പം വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. നമ്മളിപ്പം ഒരു വലിയൊരു പാലത്തിൽ കൂടെ കയറി വന്ന് കുറച്ചിങ്ങി ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ ഒന്ന് വണ്ടി ഇപ്പോൾ ഞങ്ങളൊന്ന് ഒതുക്കി നിർത്തി. സംഭവം അത് എന്താണെന്നൊന്നും ഞങ്ങൾക്കും അറിയത്തില്ല. എന്തോ ഡാമാണോ എന്ത് സംഭവം എന്നറിയാൻ വയ്യട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 8 മണിയായി. ഇനിയൊരു അരമണിക്കൂറും കൂടെ കൊണ്ട് നമ്മൾ പ്രോപ്പർ ആഗ്രയിലെത്തും. നമ്മൾ ആഗ്ര ടൗണിലോട്ട് കയറി തുടങ്ങി. ഇനി കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ട്രാഫിക് കാരണം ആണ് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ആവശ്യം പോലെ ട്രക്ക് ട്രാഫിക് ഉണ്ട്. പിന്നെ എല്ലായിടത്തും നിന്ന് കല്യാണമാണെന്ന് തോന്നുന്നു. നല്ല ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഈ ഹോണടിയൊക്കെ കേട്ട് മരവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. താജ്മഹൽ, മറ്റേ ആഗ്ര ഫോർട്ട്, അതിൻ്റെയൊക്കെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. കറക്റ്റ് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി നേരെ അവിടെ ചെല്ലുന്നു, റൂം എടുക്കുന്നു, ഗുഡ് നൈറ്റ് പറയുന്നു, കയറി കിടന്ന് ഉറങ്ങുന്നു. ഇന്നല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആഗ്രയിലെയും താജ്മഹലിലെയും ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പൊ തന്നെ 8 മണിയായി. അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്ത് റൂമൊക്കെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റിൽ ആവാൻ നേരത്തെ ചിലപ്പോൾ 9 മണിയാവും. അതുകൊണ്ടാണ് പിന്നെ വേറെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നിൽക്കാത്തത് കേട്ടെ. അപ്പോൾ എല്ലാവരെയും നാളെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം.